നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ്, നമ്മുടെ കയ്യിലുള്ള മ്യൂച്വൽ ഫണ്ട്സ് ആക്ച്വലി നല്ലതാണോ മോശമാണോ നമുക്ക് അറിയില്ല. അതിന് കാരണം വെച്ചാൽ അത് കണ്ടുപിടിക്കാൻ ഒരു പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ് നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏതെങ്കിലും ഫ്രണ്ട് പറയുകയാണ്, എടാ ഈ ഫണ്ട് നിന്റെ അടുത്തുണ്ടോ, ഇത് ഭയങ്കര റിട്ടേൺസ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, നമുക്കൊരു ഫോമോ അടിക്കും, നമുക്കത് വാങ്ങാൻ തോന്നും. അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോയിലോ ബ്ലോഗിലോ നിങ്ങൾ വായിക്കുകയാണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത ഫണ്ട് ഇതാണെന്ന് പറയുമ്പോൾ നമുക്ക് അത് വാങ്ങാൻ തോന്നും. അപ്പോൾ ഇങ്ങനെ എപ്പോഴും നിങ്ങൾ ഫണ്ട് മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേമിൽ ആക്ച്വൽ വെൽത്ത് ബിൽഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് പേഴ്സണലി ഞാൻ ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് ഫിക്സ് ചെയ്തതെന്നുള്ള കാര്യമാണ്. ഒരു ലൈഫ് മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മോശമായിട്ട് പെർഫോം ചെയ്യുന്ന ഫണ്ട്സും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഫണ്ട്സും ഐഡന്റിഫൈ ആവുന്നു, എങ്ങനെ മോശം ഫണ്ട്സിൽ നിന്ന് നല്ല ഫണ്ടിലേക്ക് പൈസ മാറ്റാമെന്നുള്ള കാര്യം പ്രാക്ടിക്കലായിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് പവർ അപ്പ് മണി എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പോൾ ഈ ആപ്പ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ്സും അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പവർ അപ്പ് മണിയിലേക്ക് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട്സ് വരികയൊന്നല്ല ചെയ്യുക, നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ ഓൾറെഡി ഉള്ള മ്യൂച്വൽ ഫണ്ട്സ് അതിൽ കാണാനാണ് പറ്റുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ആക്ച്വൽ മാർക്കറ്റുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ Nifty 50 ആയിട്ടോ Nifty 500 ആയിട്ടോ നിങ്ങളുടെ പോർട്ട്ഫോളിയോ കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് Nifty 50-നേക്കാളും ഭയങ്കര കൂടുതൽ റിട്ടേൺസ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയോ എന്നുള്ള കാര്യം നിങ്ങൾ ഓവർ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ അതിനേക്കാളും ഭയങ്കര താഴെയാണ് നിങ്ങളുടെ പെർഫോമൻസ് എങ്കിൽ, ഫോർ എക്സാമ്പിൾ Nifty 50 ഒരു 10% റിട്ടേൺസ് തന്ന സന്ദർഭങ്ങളിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒരു 3% അല്ലെങ്കിൽ 4% ഒക്കെ തരുന്നുള്ളൂവെങ്കിൽ അവിടെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ മ്യൂച്വൽ ഫണ്ട്സിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് അർത്ഥം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ഈ മ്യൂച്വൽ ഫണ്ട്സിൽ ആക്ച്വലി ഏതൊക്കെയാണ് നല്ലത്, ആക്ച്വലി ഏതൊക്കെയാണ് മോശം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് എൻ്റെ കയ്യിലുള്ള മ്യൂച്വൽ ഫണ്ട്സിൽ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഇൻഫോം എന്ന് പറഞ്ഞാൽ ഓവറോൾ ഉള്ള മ്യൂച്വൽ ഫണ്ട്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഓൺ ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഓക്കെ ഓൾറെഡി ഉള്ള മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഓൾമോസ്റ്റ് അത്ര തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ഓഫ് ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ആ ഒരു കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ട്സിനെക്കാളും മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. കൂടുതൽ പൈസ ആ ഒരു മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇനി ഇടുന്നത് നല്ല ഐഡിയ ആയിരിക്കില്ല. ആൻഡ് ലാസ്റ്റ്ലി ഔട്ട് ഓഫ് ഫോം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ആ കാറ്റഗറി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മോശമാണെന്നും നിങ്ങൾ ഉള്ള പൈസ തന്നെ എടുത്ത് വേറെ കുറച്ചുകൂടി ബെറ്റർ മ്യൂച്വൽ ഫണ്ട്സിൽ ഇടുന്നതായിരിക്കും നല്ലതെന്നാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ മൊത്തം മ്യൂച്വൽ ഫണ്ട്സിനെ ഈ ഒരു ആപ്പ് കാറ്റഗറൈസ് ചെയ്ത് തരും. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ പോയി നോക്കിയാൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എൻ്റെ ഓഫ് ട്രാക്കിൽ പെടുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ട് ഓഫ് ട്രാക്കാണ്. ഇത് ആ ഒരു കാറ്റഗറിയിൽ എത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല കറന്റ്. മാത്രമല്ല ഈ ഒരു ഫണ്ടിൻ്റെ ഇതുവരെയുള്ള പെർഫോമൻസിൻ്റെ ഒരു ഗ്രാഫ് എനിക്ക് ഇവിടെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫണ്ട് ഞാൻ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസത്തെ ആക്ച്വലി ഓൺ ട്രാക്ക് ആയിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള മാസങ്ങളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഓഫ് ട്രാക്ക് ആണ്. അങ്ങനെ മൾട്ടിപ്പിൾ സ്റ്റേജിൽ ഈ ഒരു ഫണ്ട് ഓഫ് ട്രാക്ക് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടുതൽ പൈസ ഈ ഒരു ഫണ്ടിലേക്ക് ഇടാതായിരിക്കും നല്ലത്. ഇപ്പം എൻ്റെ ഈ പോർട്ട്ഫോളിയോ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫണ്ടിൽ ഞാൻ കൂടുതൽ പൈസ ഇടാൻ പോകുന്നില്ല. എൻ്റെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഫണ്ട്സിലായിരിക്കും ഞാൻ കൂടുതൽ പൈസ ഇടാൻ പോകുന്നത്. ഇനി ഇത് കൂടാതെ എനിക്ക് ഓരോ ഫണ്ടിൻ്റെ ഒരു പവർ റാങ്ക് എന്ന് പറഞ്ഞ റാങ്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫണ്ടിൻ്റെ പവർ റാങ്ക് എന്ന് പറഞ്ഞാൽ 22 out of 39 ആണ്. അതായത് ഇതിൻ്റെ കാറ്റഗറിയിലുള്ള മറ്റ് പല മ്യൂച്വൽ ഫണ്ട്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ റാങ്ക് വരുന്ന 22 ഉള്ളൂ. അത് വളരെ നല്ലൊരു റാങ്ക് അല്ല. അതുകൂടാതെ അതിന് കൺസിസ്റ്റൻസി സ്കോർ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് റിട്ടേൺസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, റീസെൻസി സ്കോർ വളരെ റീസെൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ആൻഡ് ലാസ്റ്റ്ലി വോളറ്റിലിറ്റി സ്കോർ. പല മ്യൂച്വൽ ഫണ്ട്സും റിട്ടേൺസ് ചിലപ്പോൾ നന്നായിട്ട് ഉണ്ടാക്കും, പക്ഷേ വളരെ വോളറ്റൈൽ ആയിട്ടായിരിക്കും റിട്ടേൺസ് ഉണ്ടാക്കുക. അത് നമുക്ക് ആക്ച്വലി നല്ലൊരു കാര്യമല്ല, കാരണം നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ വോളറ്റിലിറ്റി ഇതിൻ്റെ സ്കോറും ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഈ ഒരു പവർ റാങ്കും ആ റാങ്കിൻ്റെ ട്രെൻഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി ഇതിൻ്റെ എലൈറ്റ് പ്ലാൻ എന്ന് പറഞ്ഞ പ്ലാനിലാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾക്ക് എലൈറ്റ് പ്ലാൻ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇമാജിൻ ചെയ്യുക ഈ ഒരു ഫണ്ടിൽ എനിക്ക് കൂടുതൽ പൈസ ഇടണ്ട, എന്നാൽ ഈ ഒരു കാറ്റഗറിയിൽ എനിക്ക് മറ്റൊരു മ്യൂച്വൽ ഫണ്ട് വേണം എന്നാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കാറ്റഗറിയിൽ കുറച്ചുകൂടി ബെറ്റർ പവർ റാങ്ക് ഉള്ള ഫണ്ട്സും എനിക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. അതിന് ജസ്റ്റ് ഞാൻ വ്യൂ ലീഡർ ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിലുള്ള ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ഫണ്ട്സിൻ്റെ റാങ്ക് വൈസ് എനിക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിലെ ഏറ്റവും ടോപ്പ് റാങ്ക്സിൽ അതിപ്പോൾ ഫസ്റ്റ് റാങ്കോ സെക്കൻഡ് റാങ്ക് ആവണം നിർബന്ധമൊന്നുമില്ല, ഒരു ടോപ്പ് 5 വരുന്ന ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് പിക്ക് ചെയ്യാവുന്നതാണ്. ആ ഒരു നല്ല റാങ്കുള്ള മ്യൂച്വൽ ഫണ്ട്സിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ SIPയും കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ ഓൺ ട്രാക്ക് ആയിട്ടുള്ള ഫണ്ട്സ് ആണ്. അപ്പോൾ എൻ്റെ ഓൺ ട്രാക്ക് ആയിട്ടുള്ള ഫണ്ട്സിൻ്റെ റാങ്കും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റും. ഈ ഓൺ ട്രാക്ക് ആയിട്ടുള്ള ഫണ്ട്സ് ഇറ്റ് ഈസ് സേഫ് ടു ഇൻവെസ്റ്റ് മോർ. എനിക്ക് കൂടുതൽ SIPs ഇതിൽ ചെയ്തുകൊണ്ടിരിക്കാം. ഇനി അങ്ങോട്ട് നല്ല പെർഫോമൻസ് തരാനാണ് സാധ്യത എന്നുള്ള എനിക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഫണ്ട്സിനെ ഞാൻ SIP നിർത്തുമോ അല്ലെങ്കിൽ ഞാൻ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓവറോൾ മാർക്കറ്റിൻ്റെ ബാക്കിയുള്ള മ്യൂച്വൽ ഫണ്ട്സ് വെച്ച് നോക്കുമ്പോൾ ഈ ഫണ്ട്സ് ഓൾറെഡി നല്ലതാണ്. അപ്പോൾ ഈ കോൺഫിഡൻ്റ്ലി എനിക്ക് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. എനിക്ക് ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഏതൊരു ഫ്രണ്ട് പറഞ്ഞിട്ടോ എൻ്റെ ഈ ഒരു പൈസ ഈ ഫണ്ടിലെ പൈസ വേറെ ഫണ്ടിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള ഫണ്ട്സിൽ കൂടുതൽ കോൺഫിഡൻസോട് കൂടെ പൈസ ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു റാങ്കിങ്ങും അതുപോലെ ഈ ഓൺ ട്രാക്ക് ഓഫ് ട്രാക്ക് എന്ന് പറഞ്ഞ കാറ്റഗറൈസേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബൈ ദ വേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആക്ച്വലി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക, ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ. എക്സ്ട്രാ നിങ്ങൾക്ക് ഫീച്ചേഴ്സ് വേണമെങ്കിൽ പവർ റാങ്ക് ആയിക്കോട്ടെ, റാങ്കിൻ്റെ ട്രെൻഡ്സ് ആയിക്കോട്ടെ, പ്രീവിയസ് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ റാങ്ക് എങ്ങനെയായിരുന്നു വേരി ചെയ്തെന്നുള്ള ആയിക്കോട്ടെ, മാത്രമല്ല പവർ റീബാലൻസിങ്, ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എക്സ്ട്രാ പ്ലാൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതിൽ മൂന്നാമത്തെ ഫീച്ചറായി പവർ റീബാലൻസിങ് എന്നാണെന്ന് ഞാൻ ബേസിക്കായിട്ട് കാണിച്ചു തരാം. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. അപ്പോൾ ഈ പവർ റീബാലൻസിൽ അവർ ചെയ്യാൻ പോകുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ 3 ഫണ്ട് ആക്ച്വലി റീബാലൻസ് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതായത് ഒരു 3 ഫണ്ടിലെ പൈസ എടുത്തിട്ട് വേറെ ഫണ്ടുകളിലേക്ക് മാറ്റി
മാറ്റിയാൽ എൻ്റെ ഓവറോൾ പോർട്ട്ഫോളിയോയ്ക്ക് ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പവർ റീബാലൻസ് എന്ന് പറഞ്ഞ ഫീച്ചർ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ടി ചെയ്തു തരും. ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ റീബാലൻസ് ചെയ്താൽ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കൂടുതലല്ലേ, അപ്പോൾ അതിന് ടാക്സ് കോസ്റ്റ് വരില്ലേ. മാത്രമല്ല ചില ഫണ്ട്സിൽ എക്സിറ്റ് ലോഡ് ഉണ്ട്, അപ്പോൾ എക്സിറ്റ് ലോഡ് വരില്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടി അതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് ഈ റീബാലൻസിംഗ് കൊണ്ട് ഉണ്ടെങ്കിൽ ഈ ഒരു പവർ റീബാലൻസ് എന്ന് പറഞ്ഞ ഫീച്ചർ നിങ്ങൾക്ക് അത് സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മോശം ഫണ്ട്സിൽ നിന്ന് നല്ല ഫണ്ട്സിലേക്ക് നിങ്ങളുടെ പൈസ ടാക്സ് എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചറും കൂടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട്സ് വളരെ സിമ്പിൾ ആയിട്ട് റിവ്യൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പവർ അപ്പ് മണി ഇല്ലാത്ത രീതിയിലും ചെയ്യാവുന്നതാണ്. എക്സൽ ഷീറ്റ് ഒക്കെ ഉണ്ടാക്കി അതിൽ 3 ഇയേഴ്സിലും 5 ഇയേഴ്സിലും 10 ഇയേഴ്സിലും ഏറ്റവും ബെസ്റ്റ് റിട്ടേൺസ് ഉണ്ടാക്കിയ ഫണ്ട്സ് കാറ്റഗറൈസ് ചെയ്തിട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പക്ഷെ അതിനൊക്കെ എഫേർട്ട് എടുക്കാൻ നിങ്ങൾക്ക് സമയമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടി താല്പര്യമില്ലെങ്കിൽ ഏറ്റവും ഈസി ആയുള്ള ഓപ്ഷനാണ് ഇതുപോലത്തെ ഒരു ആപ്പ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഫ്രീ ആയി കിട്ടുന്നതുകൊണ്ട് തന്നെ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട്സ് നല്ലതാണോ മോശമാണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ മറ്റൊരാളുടെ സഹായം തേടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അതും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതൊട്ടും വെയിറ്റ് ചെയ്യാതെ തന്നെ ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓൾസോ എങ്ങനെയാണ് ശരിക്കും മ്യൂച്വൽ ഫണ്ട്സ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ തരം മ്യൂച്വൽ ഫണ്ട്സ് ആണ് നമ്മുടെ മാർക്കറ്റിലുള്ളത്, അതൊക്കെ പ്രോപ്പറായിട്ട് അസറ്റ് അലിഗേഷൻ വഴി എങ്ങനെ യൂസ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ അതിന് വേണ്ടി നമ്മുടെ മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു കൂപ്പൺ കോഡ് വഴി നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നമുക്ക് അവിടെയും കാണാം. കൂടുതൽ പേഴ്സണൽ ഫിനാൻസ് ബേസ്ഡ് വീഡിയോസ് ഇനിയും വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.